إن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലൂടെ, കൗമാരത്തിലൂടെ, യൗവനത്തിലൂടെ വാർദ്ധക്യത്തിലെത്തി സാധാരണയായി പഴയ അവസ്ഥയിലേക്ക്, കുട്ടിയായ ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു മിക്ക ആളുകൾ. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ ഘട്ടങ്ങളിലൂടെയെല്ലാം കടന്നു പോകാനും അതിന്റെ സുഖസന്തോഷങ്ങൾ ആസ്വദിക്കാനും അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് സന്തോഷിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഇസ്രായിൽ 23-24 ആയത്തുകളിൽ അല്ലാഹു അരുളി, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, റബ്ബിനെ മാത്രം ആരാധിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ വ കിലാഹുമാ, മാതാപിതാക്കൾക്ക് വയസ്സായി ഒരാളോ രണ്ടാളുമോ നിങ്ങളുടെ അടുക്കൽ എത്തിയാൽ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, ഛേ എന്ന് പോലും പറയരുത്. പിന്നെ അതിന്റെ അപ്പുറം എന്താ ഉള്ളത്? വലാ തൻഹറുഹുമാ, അവരെ മിരട്ടരുത്, അവരെ വിരട്ടരുത്, അവരെ ആട്ടിവിടരുത്. വേറെ മക്കളൊന്നുമില്ലേ? നിങ്ങളെ വാപ്പാക്ക് വേറെ മക്കളൊന്നുമില്ലേ എന്ന് ഭാര്യ ചോദിക്കൂല. ഇങ്ങോട്ട് വരിൻ, ഇങ്ങോട്ട് വരിൻ, ഇങ്ങോട്ട് വരിൻ എന്നാണ് പറയാ. അങ്ങോട്ട് പോയിൻ എന്നല്ല, എല്ലായിടത്തൊന്ന് കറങ്ങി വന്നോളിൻ എന്നല്ല. പെട്ടിയും പ്രമാണോ സഞ്ചിയും തൂക്കി ഇങ്ങനെ നടക്കുകയല്ല. വഖുല്ലഹുമാ ഖൗലൻ കരീമ, ബഹുമാനപ്പെട്ട വാക്ക്, ബഹുമാനപ്പെട്ട വാക്ക് പറയണം. വഖ്ഫിർ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, കരുണ നിറഞ്ഞ എളിമയുടെ ചിറകുകൾ. എളിമയുടെ ചിറക് മാത്രമല്ല, ദയാവാത്സല്യം വേണം. ദയാവാത്സല്യം മാത്രം പോരാ, എളിമയും വേണം. വഖുർ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ, റബ്ബേ അവരെന്നെ ചെറുപ്പത്തിൽ വളർത്തിയതുപോലെ നീ അവർക്ക് കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അബൂദാവൂദിലെ 4203 ഹദീസ്, ഇന്ന മിൻ അജല്ലി ഇലല്ലാഹി തആല ഇജ്ലാലി ഇലല്ലാഹി തആല, അല്ലാഹുവിനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് ഇക്റാമു ദി ശൈബത്തിൽ മുസ്ലിം, നരച്ച വയസ്സായാളെ ബഹുമാനിക്കുക. അല്ലാഹുവിനോടുള്ള മഹത്തരമായ ബഹുമാനത്തിന്റെ ഭാഗമാണ് നമ്മളെ നാട്ടിലെ വയസ്സായ ആൾക്കാരെ ബഹുമാനിക്കുക. ഒക്കെ കഴിഞ്ഞു പോയില്ലേ? കളവ, കിളവി, തന്തപ്പൊടി, തള്ള എന്നൊന്നുമില്ല. അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് ഇത്. ഇനി എന്താ പറയാനുള്ളത്? അപ്പോ അള്ളാന്റെ റസൂല് പഠിപ്പിക്കുന്നത്, നമ്മുടെ കൂട്ടത്തിലെ ദുർബലരായ ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഫൈന്നക്കും മിന്നമാ തുർസഖൂന വതുൻസറൂന ബിദുഅഫായിക്കും, നമുക്ക് സഹായം കിട്ടുന്നതും അന്നം കിട്ടുന്നതും നമുക്ക് തരല്ല, വയസ്സായ ആൾക്കാർക്കും സ്ത്രീകൾക്കും കൊച്ചുകുട്ടികൾക്കും കൊടുക്കുകയാണ്. അപ്പോ നമുക്കും കിട്ടുകയാണ്. മൂച്ചെടുക്കണ്ട. പാവങ്ങളുള്ളത് കൊണ്ടാണ് നമുക്ക് തിന്നാൻ കിട്ടുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണിപ്പാവങ്ങളുടെ കൂടെ കഴിഞ്ഞപ്പോ ചില മുതിർന്ന ആളുകൾക്കും നേതാക്കന്മാർക്കും നാട്ടുപ്രമാണിമാർക്കും ഗോത്രനായകന്മാർക്കൊക്കെ ഒരു വിഷമം. റസൂലുള്ള പറഞ്ഞു, നിങ്ങൾക്കൊക്കെ തിന്നാൻ കിട്ടുന്നത് ഈ പാവങ്ങളുണ്ടായതുകൊണ്ടാണ്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ഏഴകളെയും വിഷമിക്കുന്നവരെയും
വയസ്സായ ആളുകളെയും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കണം. മുസ്ലിമിലെ 2865 ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അഹ്ലുൽ ജന്നത്തി സലാസ, സ്വർഗത്തിന്റെ ആളുകൾ 3 എണ്ണമാണ്. അത് ഒന്ന് ഇസ്ലാമിന്റെ ഭരണാധികാരിയാണ്, മറ്റൊന്ന് പറഞ്ഞത് റജുലുൻ റഹീമുൻ റഫീഖുൻ, കരുണാർദ്രമായ ദയാവാത്സല്യമുള്ള മിനുസമുള്ള സോഫ്റ്റായ ആള്, മുറഫഖ്, എല്ലാവിധത്തിലും ലോലമായ ഹൃദയം. ആരോട്? എല്ലാ വിഷമിക്കുന്ന എല്ലാ അടുത്തുള്ള സഹോദരങ്ങളോടും കുടുംബക്കാരോടുമൊക്കെ കടിച്ചാപ്പറിച്ചിയല്ല, ആരടാ വാടാ പോടാ എന്നല്ല, പിന്നെയോ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാമുള്ള ആള്. അഫീഫുൻ, മൂന്നാമത്തെ അഫീഫുൻ മുതഅഫിഫുൻ ദു ഇയാലിൻ, പെണ്ണും പടക്കോഴിയും കുട്ടികളും പരാധീനങ്ങൾ കുറെ ഉണ്ട്, എന്നാലും ഒരു പൈസ അനാവശ്യമായത് വേറാരത് ആഗ്രഹിക്കൂല, ഹലാല് ഹറാമും നോക്കും, ആരോടും ചോദിക്കാനൊക്കെ മടിയാണ്. അങ്ങനെയുള്ള ആള്, അവർക്കുള്ളതാണ് സ്വർഗം. അല്ലാഹുവേ, ആ സ്വർഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. കുറച്ച് പ്രയാസമുണ്ട് പറഞ്ഞതൊക്കെ നടക്കാൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, മുസ്ലിമിലെ 2556 ഹദീസ്, റഗിമ അൻഫ്, 3 പ്രാവശ്യം ഓന്റെ മൂക്ക് നശിച്ചു പോട്ടെ, നശിച്ചു പോട്ടെ, നശിച്ചു പോട്ടെ. ആരാണ് നബിയെ ഈ നശിക്കപ്പെട്ടവൻ? മൻ അദ്റക വാലിദൈ, മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്, എന്താ അൽ കിബരി, വാർദ്ധക്യത്തിൽ വയസ്സായിട്ടുണ്ട്, ബാപ്പുണ്ട് അല്ലെങ്കിൽ ഉമ്മണ്ട്, വാപ്പിമ്മയുണ്ട്, ഫലം യദ്ഖുലി ജന്ന, എന്നിട്ടും സ്വർഗത്ത് പോയില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവൻ, അവനെ ഒന്നിനും കൊള്ളൂല, നശിച്ചവനാണ് അവൻ. അപ്പൊ നമ്മളെങ്ങനെയുണ്ട്? വാപ്പാനെയും ഉമ്മാനെയും വയസ്സായി കൈ കിട്ടിയിട്ട് ഒന്ന് നോക്കാനോ പരിപാലിക്കാനോ ലാളിക്കാനോ സമയം കിട്ടാതെ അങ്ങനെ ഓടുകയായിരുന്നോ? അതല്ല, ഇടക്കൊക്കൊന്ന് സമയം കിട്ടിയിരുന്നോ? അല്ലാഹുവേ, കാത്ത് രക്ഷിക്കണം. എത്രയൊക്കെ മാപ്പ് പറയാനുണ്ടാകും നമുക്ക്, എത്രയൊക്കെ ചോദിക്കാനുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയസ്സായ ആളുകളെ ബഹുമാനിക്കുന്ന രൂപം. അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുസ്ലിം ആകുന്നതിന് മുമ്പ്, അതാരാള്? അബൂബക്കർ സിദ്ദീഖിന്റെ ബാപ്പയാണ്, ആയിഷാ ബീവിന്റെ വല്യപ്പയാണ്. അദ്ദേഹത്തോടൊന്ന് നബിയെ കൊണ്ട് സംസാരിപ്പിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ആ വയസ്സനായ മനുഷ്യനെ കൊണ്ടുവന്നപ്പോ നബി പറഞ്ഞു, ലൗ അഖറർത ഫീ ബൈതി അശൈഖ ഫീ ബൈതിഹി, ഈ വയസ്സായ ആളെ നിങ്ങളെ വീട്ടിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരികയെന്നല്ലോ സംസാരിക്കാൻ. ലോകത്തിന്റെ രാജാവായ റസൂലുള്ള പറയാണ്, ഞാൻ അങ്ങോട്ട് വരികയെന്നല്ലോ. അങ്ങനെ സംസാരിച്ചു. അദ്ദേഹം കലിമ ചൊല്ലി. എന്നിട്ടാണ് പറഞ്ഞത്, ഈ നരയൊന്നും മെല്ലെ മാറ്റണം, എന്നിട്ടോ കറുപ്പടിക്കണ്ടാറ്, തലമുടിയും താടിയൊക്കെ ഒന്ന് മൈലാഞ്ചിടാൻ, കറുപ്പ് വേണ്ട എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ റളിയല്ലാഹു അൻഹു വൃദ്ധയായ ഒരു സ്ത്രീയെ രാത്രി പുറത്തിറങ്ങുന്ന സമയത്ത് എല്ലാ ദിവസവും ആ വീട്ടിൽ പോയി അവർക്കാവശ്യമായ ഭക്ഷണം ഉണ്ടാക്കി വസ്ത്രം അലക്കി എല്ലാം കൊടുക്കുമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു വൃദ്ധയായ സ്ത്രീയും ഒരു കൊച്ചുകുട്ടിയുമുള്ള വീട്ടിൽ ചെന്ന് പാല് കറന്നു കൊടുക്കും, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു റസൂലുള്ള വഫാത്താകുന്നതും ഖലീഫയാകുന്നതും. അപ്പൊ അവരിങ്ങനെ ചിന്തിച്ചു, ആരാ ഇനിയിപ്പോ ഞങ്ങളൊക്കെ പാല് കറന്നു തരിക? വയസ്സായി നോക്കാൻ കഴിയില്ല. അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുടങ്ങാതെ ലോകത്തിന്റെ ആ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഖലീഫയായിട്ടും അപ്പണി ചെയ്തു. നമ്മുടെ നാട്ടിലൊക്കെ ചില ആൾക്കാര് നേതാക്കന്മാരായ പിന്നെ പള്ളിക്കൊക്കെ വരല് കുറഞ്ഞു, മയ്യത്തിന്റെ കൂടെ പോകല് കുറയും. അവിടേക്ക് ഒന്ന് വന്നു പോവുക, വെന്നോന്ന് വെറ്റി തീർക്കുക. നമ്മളൊക്കെ ചെന്നില്ലെങ്കിൽ എന്താ ആൾക്കാർ വിചാരിക്കുക? അങ്ങനെയൊന്നുമില്ലട്ടോ, അള്ളാഹുവാണ് അറിയേണ്ടവൻ. ഉമർ റളിയല്ലാഹു അൻഹു ആ സ്ത്രീയെ പരിപാലിക്കുമ്പോ ആ സ്ത്രീക്ക് അറിഞ്ഞുകൂടാ ഇത് ഉമറാണ് എന്ന്, ഖലീഫയാണെന്ന് അറിഞ്ഞുകൂടാ, റബ്ബറിഞ്ഞാ മതിയല്ലോ. ഇതാണ് വയസ്സായ ആളുകളെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്, എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന്. അപ്പോ എന്റെ ഈ മാറ്റമൊന്നും
ഈ പുണ്യപ്രവൃത്തിക്ക് തടസ്സമാകരുത്, ഖലീഫയാണ് എന്നത് തടസ്സമാകരുത് എന്നാണ് വിചാരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വയസ്സായ ഒരു മനുഷ്യൻ വന്നു പറഞ്ഞു, ഈ ശരീഅത്ത് നിയമങ്ങളെല്ലാം കൂടി എന്റെ തലയിൽ കയറൂല, എല്ലാം കൂടി പ്രയാസാണ്, അതുകൊണ്ട് എനിക്ക് എപ്പോഴും മുറുകെ പിടിക്കാൻ ഒരു കാര്യം പറഞ്ഞു തരൂ റസൂലേ. അപ്പൊ റസൂൽ പറഞ്ഞു കൊടുത്തു, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാ, നാവ് ദിക്ർ കൊണ്ട്, ദൈവസ്മരണ കൊണ്ട് പച്ച പിടിച്ചതാകട്ടെ. എപ്പോഴും നാവിൽ തത്തിക്കളിക്കുന്ന സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എല്ലാം അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാവ് വളയുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുണ്ട്. ഏത് വാക്കും ഏത് ഭാഷയും സംസാരിക്കാൻ മലയാളികൾക്കറിയാം. പക്ഷേ നമ്മുടെ നാവ് പച്ച പിടിച്ചതാകേണ്ടത് ദിക്ർ കൊണ്ടാകണം. ദാരിമിയുടെ റിപ്പോർട്ടിലുള്ള നബിവചനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഒരാൾക്ക് നരബാധിച്ചു, ഇസ്ലാമിലായിരിക്കെ നരബാധിച്ചു, മുസ്ലിമായ ഒരാൾക്ക് നരബാധിച്ചു എങ്കിൽ കതബല്ലാഹു ലഹു ബിഹാ ഹസന, നന്മ അല്ലാഹു രേഖപ്പെടുത്തും. വഹത്ത ബിഹാ ഖതീഅ, പാപം അല്ലാഹു ഒഴിവാക്കി തരും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നരക്കുമ്പോ എന്തോ ഒരു പ്രയാസം. വയസ്സായോ? വയസ്സൊന്നും ആയിട്ടില്ലട്ടോ. നരച്ചതുകൊണ്ട് മാത്രം നമ്മൾ എവിടെയും താകേണ്ടതില്ല, തളരേണ്ടതില്ല, തകരേണ്ടതില്ല. പിന്നെയോ ഉഷാറിങ്ങനെ കൂടുകയാണ് വേണ്ടത്. അതിനാൽ നരബാധിച്ച ആ നരച്ച മുടി പറിച്ചുകളയൊന്നും വേണ്ട. സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ഒക്കെ ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു പരിപാടിയുണ്ട്, അത് വേണ്ട. കയ്യിൽ നര വന്നാലും അതൊക്കെ നീക്കിക്കളയാ, അതൊന്നും വേണ്ട. പിന്നെയോ താടി നീട്ടി വളർത്തുന്നതിന് തടസ്സം നരച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ മരിക്കൂലേ? മുടി നരക്കുമ്പോ എന്താ ചെയ്യാ? മുടി വരണ്ടല. മീശ നരക്കുമ്പോ എന്താ ചെയ്യാ? വരണ്ടല. ഇതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെന്തിനാ ഈ പേടിക്കുന്നത്? ആരെയാണ് ഭയപ്പെടുന്നത്? നമ്മൾ നമ്മളെ തന്നെ പേടിക്കേ. നമ്മളെ തന്നെ പേടിക്കേ. വല്യമ്മ എന്തിനാ പേടിക്കുന്നത്? ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് റബ്ബിനെ മാത്രം ഭയപ്പെട്ടാൽ മതി. അതിനാൽ നര വന്നാൽ അത് ഒരിക്കലും കളയാനുള്ളതല്ല, അത് അടയാളമാണ് മരണത്തിലേക്കുള്ള യാത്ര, മരണത്തിലേക്കുള്ള അടുപ്പം. അപ്പൊ മരിച്ചോണല്ലോ എന്നുള്ള ബോധം ഉണ്ടായ നല്ലതല്ലേ? ആണ്. അതാണ് ബുദ്ധിയുടെ ലക്ഷണം. ആരാ ബുദ്ധിയുള്ളവൻ? അക്സറുഹും ലിൽ മൗതി ദിക്റ, മരണത്തെ നന്നായി ഏറ്റവും നന്നായി ഓർക്കുന്നവൻ. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിദാദ, മരണാനന്തര യാത്രക്ക് വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുന്നവൻ. പോകല്ലേ? എന്താ ഒരുങ്ങിയത്? സുട്കേസിൽ എന്താ ഉള്ളത്? കീശിയിൽ എന്താ ഉള്ളത്? കർമ്മത്തിന്റെ ഭാണ്ഡം എവിടെയാണ്? ഇബാദത്തിന്റെ ഭാണ്ഡം എവിടെയാണ്? അതാണ് നര. അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വയസ്സായ ആളുകളെ പരിഗണിക്കണം, കരുതണം. റസൂലുള്ള പറഞ്ഞു, ഇദാ സ്വല്ലാ അഹദുക്കും, നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ ഫല്യതഖഫഫ്, ഒന്ന് കുറച്ചളിട്ടോ. നമ്മളെ കുല്യായുൽ കാഫിറിനല്ലട്ടോ. പിന്നെയോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നല്ല നീണ്ട നിസ്കാരമാണ്. മരിക്കാൻ പോകുന്നതിന്റെ 5 ദിവസം മുമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയത് എത്രയാണ് അല്ലേ? വ്യാഴാഴ്ച മഗ്രിബിന് ഏതാ ഓതിയത്? വൽ മുർസലാത്തി 1.5 പേജ് ഒരു റക്അത്തിൽ. 63 വയസ്സായിട്ട് മരിക്കാൻ പോണ ആളാണ്. രോഗാബാധിതനായി കട്ടിലിൽ കിടക്കുകയാണ്, പള്ളിയിലേക്ക് വരാൻ കഴിയാതിരിക്കുകയാണ്. എന്നിട്ട് അപ്പോ മിൻഹും, വന്ന ആളുകളെ കൂട്ടത്തില് ആരുണ്ടാവും? അസ്സഗീർ, കൊച്ചുകുട്ടി ഉണ്ടാവും. വസ്സഖീം, രോഗി ഉണ്ടാവും. വൽ കബീർ, വയസ്സായ ആളുണ്ടാകും. അതുകൊണ്ട് പരിഗണിക്കണം. എന്നിട്ട് റസൂൽ ഒരു സ്വകാര്യം പറഞ്ഞു. എന്താണ്? ഇദാ സല്ലാ അഹദുക്കും ലിനഫ്സിഹി, സ്വന്തം നിസ്കരിക്കുകയാണെങ്കിലോ വൽ യുതവ്വിൽ മാഷാ, ഇഷ്ടം പോലെ നീട്ടിക്കോ. നമ്മുടെ നാട്ടിൽ പൊതുവെ എങ്ങനെയാണ്? ഇമാമാവുമ്പോ നീട്ടും, ഒറ്റക്കാവുമ്പോഴോ ഇദാ ജാ ഇന്നാഅതൈനാക. അങ്ങനെയല്ലേ ഞാനും നിങ്ങളും? നമുക്കൊന്ന് മാറ്റണം. സമയഷ്ടം പോലെയുണ്ട്, നമ്മുടേതാണ്, വേറെ ആരുമില്ല, ഇടങ്ങാറാകാൻ ആരുമില്ല. സുന്നത്ത് സ്കരിക്കുമ്പോ ധാരാളമായി, തഹജ്ജുദ് ധാരാളമായി കഴിയുന്നത് പോലെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, കുട്ടി വയസ്സൻ അങ്ങോട്ട് സലാം പറയണം,
അപ്പോ ബുഖാരിയിലെ 6643 ഹദീസിൽ റസൂലുള്ളാഹി അരുളി, ലൈസ മിന്നാ, നമ്മുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റൂല. ആരെ? മല്ലം യുവക്കിർ കബീറന, അതിയായി വയസ്സിനെ ബഹുമാനിക്കാത്ത ആള്, വയസ്സെത്തിയെ ബഹുമാനിക്കാത്ത ആള്. പിന്നെയോ വയർഹം സഗീറന, കൊച്ചുങ്ങളെ ലാളിക്കാത്ത ആള്. ചറച്ചിങ്ങനെ നിൽക്കും ചില ആൾക്കാർ, VIP ആയിട്ട്, എക്സിക്യൂട്ടീവ് ആയിട്ട്. ആ ജാടയൊന്നും ആവശ്യമില്ല. ചിരിച്ചു കളിച്ച് വർത്താനം പറഞ്ഞ് ബഹുമാനിച്ച് ലാളിച്ച് ഉഷാറാക്കണം. അതുകൊണ്ട് എല്ലാവർക്കും ആവശ്യമായ മോട്ടിവേഷൻ കൊടുക്കണം. വയസ്സായ ആളുകളെ ബഹുമാനിക്കാത്ത ആളെ ഈ സമൂഹത്തിൽ ഓൻ ആവശ്യമില്ല, ഈ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റൂല എന്നാ റസൂലുള്ളാഹി പറഞ്ഞത്. നമ്മൾ അങ്ങനെയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അൽ ബറകത്തു മഅ അകാബിരിക്കും, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട വയസ്സായ ആളുകളുടെ കൂടെയാണ് ബർക്കത്ത്. ബർക്കത്ത് എന്ന് എന്താ? നിഅമത്ത്, അനുഗ്രഹം. ബർക്കത്ത് എന്ന് അതിന്റെ അപ്പുറത്താണ്. അപ്പൊ നമുക്ക് വൃദ്ധമന്ദിരം ഇല്ല, വയസ്സായ ആളെ കൊണ്ടയാക്കണ സ്ഥലല്ല കേട്ടോ. വിടരുത് പാപ്പാനിമാനെയും വല്യപ്പാനെയും വല്യമ്മാനെയും. അവരെവിടെ താമസിക്കേണ്ടത്? വാപ്പിമ്മി ഒരുമിച്ച്, ഒരു കട്ടില്ല, 2 കട്ടിലല്ല. വല്യാപ്പിയും വല്യമ്മയോ? ഒരു കട്ടില്ല. വല്യമ്മ മരിച്ചാലോ വല്യാപ്പാക്ക് കല്യാണം, വല്യാപ്പ മരിച്ചാലോ വല്യമ്മക്ക് കല്യാണം, ഉമ്മ മരിച്ച വാപ്പാക്ക് കല്യാണം, വാപ്പ മരിച്ച അമ്മാക്ക് കല്യാണം. അത് ചോദിച്ചുകൊണ്ടേയിരിക്കണം, ഒറ്റക്കാകരുത്. ഒന്ന് മിണ്ടാനും പറയാനും, ഒന്ന് കാലുകടവി കൊടുക്കാനും, ഒരു ചായ ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ ആവശ്യമുണ്ട്. വെറ്റില മുറുക്കാൻ വേണ്ടട്ടോ, പുകവലിയൊന്നും വേണ്ട. അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്, നമ്മളെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതിനെവിടെയും പോകേണ്ടയില്ല, അതിനെ എഴുതി വെച്ചിട്ടുണ്ട്, ക്യാൻസർ ഉണ്ടാക്കുന്നൊക്കെ. അതുകൊണ്ട് മാതാപിതാക്കൾ ഒരുമിച്ച് കഴിയണം. ചില ഗൾഫുകാരൊക്കെ ഉമ്മാനെ ഭാര്യന്റെ പ്രസവം എടുക്കാൻ വേണ്ടിയിട്ട് ഗൾഫിലേക്ക് കൊണ്ടുപോകണ്ട എന്നൊന്നുമില്ല. ഏതായാലും അതൊരു വേലക്കാരിയുടെ സ്ഥാനത്തേക്കാകരുത്, ഒരു കരുതലിന്റെ സ്ഥാനത്ത്. സ്വന്തം ഭാര്യ അവരുടെ മരുവളാണ്, മകന്റെ ഭാര്യയാണ്, അന്ത്യനാൾ വരെയുള്ള കുടുംബത്തിന്റെ ഒരു മാതാവാണ് ഭാര്യ. അതുകൊണ്ട് ആ കുഞ്ഞിന് അവൾക്ക് പ്രസവിക്കാറാവുമ്പോൾ ഒരാൾ ആവശ്യമൊക്കെ തന്നെയാണ്. പക്ഷേ വേലക്ക് കൊണ്ടുപോകലാകരുത്. പിന്നെ കഴിയെങ്കിൽ വാപ്പാനെയും കൊണ്ടുപോവുക, കഴിയുമെങ്കിൽ വാപ്പാനെയും കൊണ്ടുപോവുക. ആ രീതിയിൽ നമ്മൾ കരുതലോടുകൂടി വേണം ജീവിക്കാൻ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ വയസ്സായിട്ടുണ്ട്, യാ അമ്മി, എളാപ്പാ, മുത്താപ്പാ എന്നാണ് വിളിക്കുന്നത്. നല്ല മനോഹരമായ മുഹയ്യസത്തും മുവയ്യിസത്തും ജ്യേഷ്ഠാനുജന്മാരാണ്. അപ്പോ ആദ്യം അനുജൻ വർത്താനം പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞു, കബ്ബിർ, ആദ്യം മൂത്തോൻ വർത്താനം പറയട്ടെ. എന്താ അതൊക്കെ? നമ്മൾ ചാടിക്കൊടന്നെങ്കിൽ വർത്താനം പറയും. ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? 2 ജ്യേഷ്ഠന് അനുജനുണ്ടെങ്കിൽ ആദ്യം സംസാരിക്കേണ്ടത് ജ്യേഷ്ഠനാണ്. ആവശ്യം വന്നാൽ അനുജനാകട്ടോ, എന്ത് ഏർപ്പാട് ചെയ്തത് അദ്ദേഹത്തെ ആണെങ്കിൽ, സംസാരിക്കാൻ വൈഭവമുള്ളതാണെങ്കിൽ. സാധാരണഗതിയിൽ പ്രായത്തിന് മുപ്പളമ നമുക്കുണ്ടാകണം എന്ന് നിർബന്ധമായും കൽപ്പിക്കുകയാണ്. സൂറത്തുർ റൂം 54-ാമത്തെ ആയത്ത്, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളിഅ്ഫിൻ, അല്ലാഹു നിങ്ങളെ പടച്ചത് ദുർബലതയിൽ നിന്നാണ്. ആ കാല് പടയുന്ന, കയ്യും കാലും പടയുന്ന, കാലിട്ടടിക്കുന്ന, മലമൂത്രം പോകുന്ന, സംസാരിക്കാൻ കഴിയാത്ത നമ്മളെ ഓർമ്മണ്ടല്ലോ. നമ്മളെ ഓർമ്മിക്കാൻ കൊച്ചുകുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്. സുമ്മ ജഅല ലക്കും മിൻ ബഅദി ളഅഫിൻ ഖുവ്വ, പിന്നങ്ങനെ കരുത്ത് നേടി കിനുത്ത് ഉഷാറായി, കവളൊക്കെ വന്ന് സംസാരമൊക്കെ ഉണ്ടായി, നടക്കാനും ഓടാനും ചാടാനും ഒക്കെ ആയി. സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫ, പിന്നെയും അങ്ങനെ മെല്ലെ അടിപ്പെട്ട് മെല്ലെ നടക്കാൻ വയ്യാതായി, പ്രാഞ്ചി നടന്നു, കറുത്തു വന്നു, കരുവാളിച്ചു, മാംസപേശികൾ അയഞ്ഞു തൂങ്ങി, അങ്ങനെ എന്നിട്ട് നരയും വന്നു എന്ന്. അപ്പോഴൊക്കെ നമ്മൾ ആരാകണം? പിച്ചിന്റെയും പറയല ആണോ? ശപിക്കല, പഴിക്കല, മുറുമുറുത്തിങ്ങനെ നടക്കല, പിറുപിറുക്കല അല്ല. ഉഷാറായിട്ട് ഖൈറുന്നാസി മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, എത്ര ആയുസ് നീളുന്നുവോ അത്രയും ഖൈറുന്നാസി മൻ ത്വാല ഉംറുഹു, അത്രയും ഹസുന അമലുഹു, അമൽ നന്നാകണം. അത്രയൊക്കെ മതി എന്ന് വയസ്സന്മാര് കുട്ടികളോട് പറയണ്ട. പ്രവർത്തനം, ദഅവത്ത്,
ചാരിറ്റി, കുടുംബ സന്ദർശനം, പള്ളിയിൽ വരല്, അതൊക്കെ പൂർവാധികം ഓരോ ദിവസം ഇങ്ങനെ ഈമാൻ കൂടണം, ഓരോ ദിവസവും അറിവ് കൂടണം. ഇത്രയൊക്കെ മതി, മരിക്കാനായി എന്ന് പറയേണ്ടതില്ല. ഇനി ഭൗതിക കാര്യങ്ങളാണെങ്കിലും ശരി, പണിയൊക്കെ എടുത്തോളീം, സമ്പാദിച്ചോളീം, സദഖ ചെയ്യാലോ, അതൊന്നും മുടങ്ങേണ്ടതില്ല. അതിനാൽ വയസ്സായ മാതാപിതാക്കൾക്ക് പൈസയൊക്കെ കൊടുക്കണം കേട്ടോ സദഖ ചെയ്യാൻ. അവര് ആരുടെ ഇടയിലും തന്നെ താഴ്ന്നു നിൽക്കേണ്ടവരല്ല, നമ്മുടെ വാപ്പിയും വല്യാപ്പിയും വല്യമ്മയൊക്കെ. അപ്പൊ അവർക്കും തന്നെ സ്വയം വളരാൻ കഴിയണം. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് റഹിമഹുല്ലാ പള്ളിയിൽ വന്നപ്പോ ഒരു വയസ്സനെ കണ്ടു. വയസ്സനോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് മരിക്കാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് മരിക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ല. അതെന്താ തോന്നാത്തത്? ആ തിന്മകളൊക്കെ ഉണ്ടായിരുന്ന യുവത്വം ഏതായാലും പോയി കഴിഞ്ഞു. വാർദ്ധക്യവും അതിന്റെ നന്മയും വന്നു കഴിഞ്ഞു. നീ പഴയമാതിരി കളിച്ചു പൊളക്കൊന്നുമില്ലല്ലോ, വയസ്സാകുമ്പോ ഒരു ഒതുക്കുണ്ടാവൂലേ. അങ്ങനെ കുന്തു, ഞാൻ എഴുന്നേൽക്കുമ്പോ ബിസ്മില്ലാ എന്ന് പറയും. ഞാൻ ഇരിക്കുമ്പോഴോ അൽഹംദുലില്ലാ എന്ന് പറയും. അപ്പോ ഇത് എന്നിൽ നിലനിൽക്കണം, ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ മനോഹരമായിട്ട് വയസ്സായ ആളുകളൊക്കെ സംസാരിക്കേണ്ട രീതി ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ നിൽക്കണം, നിലനിൽക്കണം, അല്ലേ? ഖലഖക്കും മിൻ തുറാബിൻ, മണ്ണിൽ നിന്ന്, സുമ്മമിൻ നുത്ഫത്തിൻ, ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്, സുമ്മമിൻ അലഖത്തിൻ, ഭ്രൂണത്തിൽ നിന്ന്, സുമ്മ യുഖ്രിജുക്കും തിഫ്ല, പിന്നെ കുട്ടിയായി, വലിതബ്ലുഗു അശദ്ദക്കും, പ്രായപൂർത്തിയായി കരുത്തു നേടി, സുമ്മ ലിതകൂനു ശുയൂഖ, പിന്നെ നിങ്ങൾ വയസ്സന്മാരാകും. നമ്മുടെ കാലഘട്ടങ്ങളെപ്പറ്റി, നമ്മുടെ ജീവിതത്തിലെ ഘട്ടങ്ങളെപ്പറ്റി സൂറത്ത് ഗാഫിർ 67-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം സക്കരിയ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന സൂറത്ത് മറിയമിന്റെ തുടക്കത്തിൽ നിന്ന് തന്നെ. എന്താ? റബ്ബി ഇന്നി വഹനൽ അദു മിന്നി വസ്തഅല റൂശു ശൈബ, 4-ാമത്തെ ആയത്ത്. എന്ത്? എല്ലൊക്കെ നുരുമ്പാൻ തുടങ്ങി, തല വെളുപ്പ് കൊണ്ട് ആളിക്കത്തുന്നുണ്ട്, എന്നാലും ഞാൻ നിരാശനല്ല, എനിക്കൊരു കുട്ടിയെ തരണേ. അപ്പോഴാണ് യഹ്യ അലൈഹിസ്സലാമിന് നിരാശ വേണ്ട, നിരാശ വേണ്ട. ആ സക്കരിയ നബിക്കും ആ ഇബ്രാഹിം നബിക്കും ഒക്കെ കുഞ്ഞുങ്ങളെ കൊടുത്ത റബ്ബ് എന്റെ ഖജനാവിൽ ഇനിയും ഇനിയും ബീജങ്ങളുണ്ട്, അതുകൊണ്ട് നിരാശപ്പെടേണ്ട. ആയുസ്സിന്റെ അങ്ങേയറ്റത്തേക്ക് പോയ ആൾക്കാർ നിങ്ങളെ കൂട്ടത്തിലുണ്ട്. എല്ലാം അറിഞ്ഞ ശേഷം പിന്നെ ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് പോയ സൂറത്തുൻ നഹ്ൽ 70-ാമത്തെ ആയത്തിൽ നമ്മളെ പറ്റിയാ പറയുന്നത്. കളിയാക്കുന്നവരെ ചിന്തിക്കുക, നാളെ നമ്മുടെ സ്ഥിതി എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥിതിയാണ്. ഇന്ന് ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരും 50 വയസ്സ് കഴിഞ്ഞാൽ വയസ്സന്മാരാകും. ആയേ പറ്റൂ, നരവന്നേ ഒക്കൂ, മാംസപേശികൾ അയഞ്ഞു തൂങ്ങിയേ ഒക്കൂ, കരുവാളിച്ചേ ഒക്കൂ. ഇതെല്ലാം സംഭവിക്കും. അതുകൊണ്ട് ഓർക്കണം, അന്ന് നമ്മളെ കൈപിടിക്കാനും കരുതാനും തലോടാനും നമ്മളെ യാത്രയിലൊക്കെ ഒന്ന് ഉപ്പം കൂട്ടാനും ഷോപ്പിങ്ങിന് പോകുമ്പോ ഒന്ന് കൊണ്ടുപോകാനും ഒക്കെ നമ്മൾ ആഗ്രഹിക്കും. ആ ആഗ്രഹം തന്നെയാണ് ഇന്നത്തെ വയസ്സായ ആളുകൾക്കും ഉണ്ടാകാൻ സാധ്യത. നിർബന്ധിച്ചു കൊണ്ടുപോകുന്നല്ല, ആവശ്യത്തിന് ഒരു ഇബാദത്തിൽ കഴിഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഓർക്ക് മാത്രം ഒരു ഇബാദത്തും നമ്മളിങ്ങനെ കളിച്ചു പുളക്കുന്ന ഇതാണോ? അല്ല. ചില ആൾക്കാർ പറയും ആയിട്ടില്ല, ചില കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും. അല്ല, നമുക്കൊന്ന് തുടങ്ങണ്ടേ? സുന്നത്ത് നോമ്പ് ആയിട്ടില്ല, സുന്നത്ത് നിസ്കാരം ആയിട്ടില്ല, താടി ആയിട്ടില്ല എന്ന് പറയും. എപ്പോഴാ ആകല്? കെലിമ ചെല്ലലാണ് അതിന്റെ ആകല്. കെലിമ ചെല്ലിയ എല്ലാമായി. അതുകൊണ്ട് വയസ്സന്മാർക്കുള്ളതല്ല ഇബാദത്ത്, എല്ലാ പ്രായത്തിലും പെട്ടവർക്കുള്ളതാണ്. തണല് അന്ത്യനാളിലെ അള്ളാന്റെ തണല് ആർക്കാ കിട്ടുക? ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിനുള്ള ഇബാദത്തിൽ വളർന്ന ചെറുപ്പക്കാരി. മൂസാ നബി അലൈഹിസ്സലാം കല്യാണം കഴിക്കുന്ന ആ പെൺകുട്ടിയുടെ വാപ്പ, ആ വാപ്പയെ കുറിച്ച് ആ പെൺകുട്ടി പറഞ്ഞില്ലേ, അബൂനാ ഷൈഖുൻ കബീർ, ഞങ്ങളെ വാപ്പ വയസ്സായ ആളാണ്, വെള്ളം തരുന്നില്ല ഇവര്, ഒന്ന് വെള്ളം തരണം. മൂസാ നബി അലൈഹിസ്സലാം കരുത്തനാണല്ലോ,
അവരെ മാറ്റി നിർത്തിയിട്ട് വെള്ളം ഒഴിപ്പിച്ചു കൊടുത്ത കഥയൊക്കെ നിങ്ങൾ സൂറത്ത് ഖസസിൽ പഠിക്കുന്നുണ്ട്. 23-ാമത്തെ ആയത്ത് അല്ലേ? യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കഥയിൽ യാക്കൂബ് അലൈഹി സ്വലാമിനെ പറ്റി പറയുന്നുണ്ട്. ഇന്നലി അബൻ ഷൈഖൻ കബീർ, ഇന്നലഹു അബൻ ഷൈഖൻ കബീറ, ഇവന്റെ വാപ്പ വയസ്സായ ആളാണ്. ഈ ഒരു പദപ്രയോഗം, അതിനുള്ള ബഹുമാനം, കരുതൽ, എല്ലാ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ലാ യസീദുൽ മുഅ്മിന ഇല്ലാ ഖൈറ. വിശ്വാസിക്ക് വാർദ്ധക്യം, വയസ്സ് നന്മ മാത്രമാണ് ഉണ്ടാക്കുക. വലുതേക്കാനുള്ള മിസ്വാക്ക് കൊടുക്കുമ്പോ നബി പറഞ്ഞു കബ്ബിർ, മൂത്താക്ക് കൊടുക്കുക ആദ്യം. തിർമിദിയിലെ 1945-ാമത്തെ ഹദീസിൽ റസൂലുള്ളാഹി അരുളി മാ അക്രമ ശാബുൻ ശൈഖൻ, ഒരു ചെറുപ്പക്കാരൻ വൃദ്ധയെ ആദരിച്ചാൽ ഇല്ലാ ഖയ്യദല്ലാഹു ലഹു മൻ യുക്രിമുഹു ഇൻദ സിന്നിഹി, അവന് വയസ്സാകുമ്പോ, അവക്ക് വയസ്സാകുമ്പോ അല്ലാഹു അവളെ ബഹുമാനിക്കാൻ ആളെ ഏൽപ്പിക്കാതിരിക്കൂല. കൊടുത്താ കിട്ടും. എന്തപ്പ കാര്യം ഈ വയസ്സന്മാരെ ബഹുമാനിച്ചിട്ട്? വാദം പിടിച്ചു കിടക്കുന്ന ഒരാൾക്ക് ചെയ്തു കൊടുത്തിട്ട് എന്താ കാര്യം? ഒന്നും ഇങ്ങോട്ട് കിട്ടാനല്ലോ, ഒരു പുഞ്ചിരി പോലും കിട്ടാനില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ തിരിച്ചടിക്കും, തിരിച്ചു വരും. അതുകൊണ്ട് കരുതി വേണം. അതിനുവേണ്ടി മാത്രമല്ല, എല്ലാവരെയും ബഹുമാനിക്കണം. ഇർഹമുന്നാസ കാഫത്തൻ, എല്ലാവരോടും കരുണ കാണിക്കണം. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച രീതി. അപ്പോ റസൂലുള്ളാഹി പറഞ്ഞു അമറനി ജിബ്രീലു അൻ ഉഖദ്ദിമൽ അഖാബിർ, വയസ്സായ ആളുകളെ അവർക്ക് മുൻഗണന നൽകാൻ ജിബ്രീൽ വന്നിട്ട് എന്നോട് കൽപ്പിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു ഇബ്ദഉ ബിൽ അഖാബിർ, എല്ലാം വയസ്സന്മാരെ കൊണ്ട് തുടങ്ങണേ. ഇമാമത്ത് നിൽക്കുന്ന കാര്യത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു ഫല്യ ഉമ്മക്കും അക്ബറുക്കും സിന്ന, പ്രായമുള്ളവരെ നിർത്തി. അവരെല്ലാവരും സമാണെങ്കിലോ കൂടുതൽ ഖുർആൻ അറിയുന്ന ആൾക്കാരെ നിർത്തി. ഇതൊക്കെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അല്ലാഹു അരുളിയത്. അതുകൊണ്ട് വളരെയേറെ ബഹുമാനത്തോടെ, വാത്സല്യത്തോടെ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. ഒരു കുറവും വരുത്തരുത്. നമ്മുടെ സ്വന്തം വീട്ടിലെ മാതാപിതാക്കൾ മാത്രമല്ല, നമ്മുടെ സ്വന്തം വീട്ടിലെ വൃദ്ധര് മാത്രമല്ല, മറ്റുള്ളവരും. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. സഹോദരങ്ങളെ, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വയസ്സായ ആളുകളെ ബഹുമാനിക്കാതെയും പരിഗണിക്കാതെയും കരുതാതെയുമൊക്കെ മക്കള് കൂട്ടുകുടുംബാദികളുമൊക്കെ പോകുന്നത് കണ്ടപ്പോൾ ലോകം എന്ന് തീരുമാനിച്ചു, വൃദ്ധന്മാർക്ക് വേണ്ടി ഒരു ദിവസം തന്നെ നിശ്ചയിക്കണം. ഒക്ടോബർ 1 ലോക വൃദ്ധ ദിനം. നമുക്ക് അതിന്റെ ആവശ്യമില്ല, കാരണം നമ്മളോട് ഖുർആൻ എന്നും സംസാരിക്കുന്നുണ്ട്, അള്ളാഹു എന്നോട് പറയുന്നുണ്ട്, റസൂൽ നമ്മളോട് പറയുന്നുണ്ട്. ഇനി വയസ്സന്മാരെന്താ വേണ്ടത്? ചില വയസ്സായ ആളുകൾക്ക് ഒരു അഭിപ്രായം ഉണ്ടെന്ന്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്, വയസ്സന്മാർക്ക് അതിനൊക്കെയുള്ള ഒരു അനുമതി തന്നിട്ടുണ്ട്, ഇത്രയൊക്കെ മതി എന്നൊരു തോന്നലുണ്ട്. അങ്ങനല്ലട്ടോ. ചീത്ത പറയാനും കുട്ടികളെ വെറുതെ തല്ലാനും അയലോക്കക്കാരോട് കുരച്ചിയാടാനും തർക്കിക്കാനും അങ്ങനെയൊന്നും അനുവാദമൊന്നും ഇല്ലട്ടോ. ഇസ്ലാം മരണം വരെയാണ്, ഈമാൻ മരണം വരെയാണ്, ഇഖ്ലാസ് മരണം വരെയാണ്. അതുകൊണ്ട് ആർക്കും പ്രത്യേകമായിട്ടൊരളവും കൊടുത്തിട്ടില്ല. പിന്നെ ബുദ്ധി കുറവുണ്ട്, അപ്പൊ പിന്നെ ഒന്നും പറയാനില്ല. മന്ദബുദ്ധിയായി, ഭ്രാന്തായി, മാനസിക വശമായി, പിന്നൊന്നും പറയല്ല. നിസ്കരിക്കണം നിർബന്ധമല്ല, പക്ഷേ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു വക്ത് പോലും ഒഴിവാകരുത്. വയസ്സായി അവർ രോഗിയായി, രോഗിണിയായി വീട്ടിൽ കിടക്കുമ്പോ അവരടുത്തുനിന്ന് വർത്താനം പറയണം. പൂമുഖത്തിൽ നിന്നല്ല വർത്താനം, രോഗിയെ കാണാൻ വന്ന ആൾക്കാർ പുറത്തുനിന്നല്ല വർത്താനം പറയും. അവിടെ വന്നിട്ട് കഴിയുമെങ്കിൽ ചില രോഗികളെ അടുത്ത് നിൽക്കാൻ പറ്റൂല. അതല്ല, അവർക്ക് സന്തോഷമാണെങ്കിൽ ആ ഒരു വളർത്തൽ, ഉയർത്തൽ, അവരെ മുമ്പിൽ വെച്ച് സംസാരിച്ച് ചിരിച്ചു കളിച്ച് ആ രീതിയിൽ വേണം നമുക്ക് കൈകാര്യം ചെയ്യാൻ.
അപ്പോ അവർക്കായിട്ട് പ്രത്യേകം ഒരു ഇളവുമില്ല എന്ന് നമ്മൾ അറിയണം. അവർക്ക് 5 നേരവും നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടാക്കണം. നോമ്പ് എല്ലാ കാര്യങ്ങളും ഓർമ്മിപ്പിച്ചു കൊടുക്കണം. നിർബന്ധിച്ച് ചെയ്യിക്കേണ്ടതില്ല. രോഗിയാണോ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ നിർബന്ധിക്കേണ്ടതില്ല. അള്ളാഹു ഭക്ഷിപ്പിച്ചോളും എന്ന വിഷയം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പോ ഫർള് നിസ്കാരം കഴിഞ്ഞാൽ, ജുമാ നിസ്കാരം കഴിഞ്ഞാല് ചില ആൾക്കാരൊക്കെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. തിരക്കില്ലെങ്കിൽ അത് ദിക്റൊക്കെ കഴിഞ്ഞിട്ട് പോകാം. സുന്നത്ത് നിസ്കാരം വേണമെങ്കിൽ വീട്ടിൽ നിന്നുമാകാം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നിസ്കാരത്തിൽ അല്ലാത്തപ്പോഴുമൊക്കെ തജ്വീദിന്റെ നിയമങ്ങൾ ശരിക്ക് പാലിക്കണം. നമ്മളെ വലല്ലാലീനൊന്നും നബി ഓതി തന്നല്ല കേട്ടോ. വലദ്വാലീൻ അങ്ങനെ തന്നെ. മുസാഫിൽ ഇങ്ങനെ കുറച്ച് അടയാളം കാണില്ലേ? പണ്ടക്കും പണ്ടേ ഉള്ളത് തന്നെയാണ് അതൊക്കെ. ആ അടയാളം എങ്ങനെയാണ്, ആ അടയാളം അനുസരിച്ച് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് എല്ലാവരും ഒന്ന് പഠിക്കണം. ഇവിടെ ഇമാമുണ്ട്, ഒന്നുകിൽ ക്ലാസ് വെക്കുക ഇമാമിന്റെ, നിങ്ങളെല്ലാവരും വരിക, അല്ലെങ്കിൽ അവർ ഇമാമിനോട് ചോദിക്കുക. ചുരുങ്ങിയത് ആദ്യം ആ അടയാളങ്ങളെങ്കിലും ഒന്ന് പഠിക്കണം. എന്നിട്ട് പിന്നെ ബാക്കി നിയമങ്ങളെല്ലാം ഓരോന്നും. അള്ളാഹു നമ്മളെ എല്ലാവരെയും ഇരുലോകത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അമലുകളും ഇബാദത്തുകളും ചെയ്ത് സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുവാൻ റബ്ബേ അനുഗ്രഹിക്കണേ. രോഗികളായി സദസ്സിലും വീടുകളിലും ആശുപത്രികളിലുമുള്ളവർക്ക് ശിഫ നൽകണേ. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار.